ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 26. ബെൻ, നീ പറയുന്നത് പോലെ എനിക്കിതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ഇത് ഞാൻ കേറിന് കൊടുത്ത വാക്കാണ്. അവൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലായിരിക്കാം, പക്ഷേ അവളോടുള്ള എൻ്റെ സ്നേഹം അത്രമേൽ സത്യമായിരുന്നു. പിന്നെ നീ ഭയപ്പെടുന്നത് പോലെ ഈ ഡാനിയുടെ ജീവിതത്തിലേക്ക് ഇനി മറ്റൊരു പെൺകുട്ടി കടന്നു വരില്ല. ആർക്കും ഒരിക്കലും കേരന്റെ പകരക്കാരിയാകാനും കഴിയില്ല. ഡാനി പറഞ്ഞു നിർത്തിയപ്പോൾ അകാരണമായ ഒരു നൊമ്പരം മീരയുടെ ഉള്ളിലൂടെ പാഞ്ഞുപോയി. ഡാനി, ഇത് മനുഷ്യ ജീവിതമാണ്. ചില നിമിഷങ്ങളിലെ ആവേശത്തിന് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും. എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ വലിയ മണ്ടത്തരങ്ങളായിരുന്നുവെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും കടുത്ത തീരുമാനങ്ങളൊന്നും വേണ്ട. ബെൻ വളരെ ആലോചിച്ച് പറയുന്നതാണെന്ന് മീരയ്ക്ക് തോന്നി. ഇതൊരിക്കലും ഒരു മണ്ടത്തരമല്ല. എൻ്റെ ഭാര്യയോട് എനിക്കുള്ള കടമയാണ്. ഡാനി തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. നിങ്ങളുടെ സ്നേഹത്തിന്റെ വിശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഡാനി, നിന്നെപ്പോലെ ഒരാൾക്ക് വിവാഹം കഴിക്കാതെ എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റും? ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും പ്രണയത്തിനായി ദാഹിക്കുന്ന ഒരാത്മാവുണ്ട്. എനിക്കത് ഉറപ്പാണ്. അത് പറയുമ്പോൾ ബെൻ മീരയെ ഒന്ന് പാളി നോക്കി. ആ വാക്കുകൾ ഒരു പ്രഹരം പോലെ അവളുടെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. അറിയാതെ തന്നെ അവളുടെ തല താഴ്ന്നുപോയി. ഇപ്പോൾ എന്തിനായിരിക്കും ബെൻ ഇങ്ങനെ പറഞ്ഞത്? അറിഞ്ഞോ അറിയാതെയോ ഡാനിയോട് എനിക്ക് എന്തെന്നില്ലാത്ത ഒരിഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? ഒരുപക്ഷെ കിച്ചുവിനോടുള്ള രൂപസാദൃശ്യം കൊണ്ടാകാം. അതല്ലാതെ ഇതിന് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ? മീരയുടെ മനസ്സ് സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. ബെൻ, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ഉള്ളിലും പ്രണയത്തിനായി ദാഹിക്കുന്ന ഒരു ആത്മാവുണ്ട്. പക്ഷേ ആ ആത്മാവ് ഇപ്പോഴും കേരന്റെ ഓർമ്മകളോട് ലയിച്ചു നിൽക്കുകയാണ്. നാളെ ചിലപ്പോൾ അതിന് മാറ്റം വന്നേക്കാം. പക്ഷേ ഈ കുഞ്ഞ് അത് എന്റെയും കേരന്റെയും സ്വപ്നമാണ്. അവൾക്ക് ഞാൻ നൽകിയ വാക്കാണത്. ഞങ്ങളുടെ പ്രണയത്തിന്റെ അടയാളമായി ആ കുഞ്ഞ് ഈ ലോകത്തുണ്ടാകണം. മരിച്ചിട്ടും എന്നെ വിട്ടുപോകാത്ത എനിക്കുള്ളിൽ ജീവിക്കുന്ന കേരന്റെ ആത്മാവിനോട് എനിക്ക് നീതി കാണിക്കണം. ഡാനി ഉറപ്പോടെ പറഞ്ഞു. നിനക്ക് അവളോടുള്ള പ്രണയത്തിന്റെ ആഴം എനിക്ക് മനസ്സിലാകും ഡാനി. അതിന് വാക്കുകളുടെ ആവശ്യമില്ല. അവൾ ജീവിച്ചിരുന്ന കാലം അത്രയും നിങ്ങൾ അത്രമേൽ തീവ്രമായി പരസ്പരം സ്നേഹിച്ചിരുന്നു. പക്ഷേ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമല്ല. വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു വാടക ഗർഭപാത്രം കണ്ടെത്തുക അത് അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് ഇംഗ്ലണ്ടിൽ ഇതിനായി ശ്രമിച്ചുകൂടെ? എന്തൊക്കെ പറഞ്ഞിട്ടും ഡാനി പിന്മാറില്ല എന്ന് മനസ്സിലാക്കി ബെൻ ഗത്യന്തരമില്ലാതെ ചോദിച്ചു. ശ്രമിക്കാമായിരുന്നു. പക്ഷേ നിന്നെപ്പോലെ തന്നെയാണ് എൻ്റെ മാതാപിതാക്കളും. അവർക്ക് എൻ്റെ ഈ തീരുമാനത്തോട് യോജിക്കാനാകില്ല. പക്ഷേ ഒരു കുഞ്ഞുമായി ഞാൻ തിരിച്ചെത്തിയാൽ അവർ അതിനെ 2 കൈകളും നീട്ടി സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി അഥവാ അവർ എതിർത്താൽ പോലും ഒരു രാജ്യം നൽകുന്ന സുരക്ഷിതത്വത്തിലും സ്നേഹനിധിയായ ഒരു പിതാവിന്റെ സംരക്ഷണത്തിലും ആ കുഞ്ഞു വളരും. തന്റെ നിസ്സഹായത പ്രകടമാക്കിക്കൊണ്ട് ഡാനി പറഞ്ഞു നിർത്തി. നമുക്ക് ശ്രമിക്കാം. പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുമോ എന്ന് സംശയമാണ്. ഇനി ആരെങ്കിലും തയ്യാറായി വന്നാൽ തന്നെ അവർ എത്ര പണം ആവശ്യപ്പെടുമെന്ന് പറയാനാകില്ല. ബെൻ ആശങ്കയോടെ പറഞ്ഞു. അതുവരെ എല്ലാം കേട്ടു നിന്ന മീര പതിയെ ഇടപെട്ടു. ഡാനി, ബെൻ പറയുന്നത് ശരിയാണ്. എത്ര കാലം നിനക്ക് ആ കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിക്കാനാകും? നിനക്കും വേണ്ടേ ഒരു ജീവിതം? ഡാനി അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി. മീര, നീയാണോ ഇത് പറയുന്നത്? നിന്റെ ജീവിതം തന്നെ ഇതിനൊക്കെയുള്ള മറുപടിയല്ലേ? നീ ഒരാളെ പ്രണയിച്ചു. ആ പ്രണയത്തിനു വേണ്ടി ഇന്നും ജീവിക്കുന്നു, കാത്തിരിക്കുന്നു. നാളെ നിനക്കൊരു നല്ല കാലം വന്നാൽ നീ നിന്റെ പ്രണയത്തെ മറക്കുമോ? നിന്റെ മകനെ ഉപേക്ഷിക്കുമോ? ഡാനിയുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ മീര തല താഴ്ത്തി. ആ ചോദ്യം അവളുടെ ഉള്ളുലച്ചിരുന്നു. ഡാനി, മീരയുടെ കാര്യം പോലെ അല്ല ഇത്. അവളൊരു പെൺകുട്ടിയാണ്. പക്ഷെ നീ ഒരു പുരുഷനാണ്. പുരുഷന് വികാരങ്ങളെ അടക്കി നിർത്താൻ പരിമിതികളുണ്ട്. അവരുടെ സ്നേഹത്തിനും അത്രയൊക്കെ ആയുസുള്ളൂ. മീരയെ പിന്താങ്ങിക്കൊണ്ട് ബെൻ പറഞ്ഞു. സ്നേഹത്തിന് ആൺപെൺ വ്യത്യാസമില്ല ബെൻ. അതിന് ഒരേ ഭാവവും ഒരേ വർണ്ണവുമാണ്. ഞാൻ എൻ്റെ കേരനെ ജീവനു തുല്യം സ്നേഹിച്ചു. മരണം വരെ അതങ്ങനെ തന്നെയായിരിക്കും. ഈ കാര്യത്തിൽ ഇനിയൊരു തർക്കം വേണ്ട. നിയമത്തിന്റെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാൻ ആ കുഞ്ഞിനെ സ്വന്തമാക്കും. എൻ്റെ സകല സമ്പാദ്യവും നഷ്ടപ്പെട്ടാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. ഡാനിയുടെ വാക്കുകളിൽ അചഞ്ചലമായ ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും നിന്റെ ഈ തീരുമാനത്തോട് യോജിക്കാൻ എനിക്കാകില്ല. കേരന്റെ ആത്മാവ് പോലും ഇതിനെ എതിർക്കും.
നീ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. ബെൻ അവസാനമായി ഒരു ശ്രമം കൂടി നടത്തു നോക്കുകയായിരുന്നു. ഇത്രയേ ഉണ്ടായിരുന്നുള്ളോ നിനക്ക് നിന്റെ അനിയത്തിയോടുള്ള സ്നേഹം? ഡാനിയുടെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾ പോയി. പക്ഷേ അവളുടെ ചോരയിൽ പിറക്കുന്ന കുഞ്ഞിനെ കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? എല്ലാവരും മറന്നാലും എനിക്ക് അവളെ മറക്കാനാകില്ല. ഇവിടെ ഒരു സരോഗസി മദറിനെ കണ്ടെത്തുക പ്രയാസമാണെന്ന് എനിക്കറിയാം. അതിനാണ് നിന്റെ സഹായം വേണമെന്ന് ഞാൻ കരുതിയത്. നിനക്ക് പറ്റുമെങ്കിൽ എന്നെ സഹായിക്കുക, ഇല്ലെങ്കിൽ എല്ലാം വിട്ടേക്ക്. ഞാൻ തന്നെ വഴി കണ്ടെത്തിക്കോളാം. പിന്നെ നീ അനുവദിച്ചാലും ഇല്ലെങ്കിലും ഈ കാര്യം നടക്കുന്നതുവരെ എനിക്കിവിടെ താമസിക്കണം. ഈ വീടിന്റെ വാടക എത്രയാണെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ തന്നോളാം. ഡാനി, എന്റെ സഹോദര സ്നേഹത്തെ അളക്കാൻ നിന്റെ അളവുകോൽ മതിയാകില്ല. ബെൻ ശാന്തനായി പറഞ്ഞു. വാടകയോ പണമോ ഓർത്തല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞത്. നിന്റെ ജീവിതം സുരക്ഷിതമാകണം. ആ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. നിന്നെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ ഉണ്ടാകും കൂടെ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ലൂയിയെ കണ്ടിട്ട് ഇപ്പോഴെത്താം. അത് പറഞ്ഞുകൊണ്ട് ബെൻ പുറത്തേക്ക് പോകുമ്പോൾ മീരയുടെ ഉള്ളിൽ ഒരു സംശയം ഉണർന്നു. ബെന്നിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികതകൾ ഉള്ളതുപോലെ. തന്നെയും ഡാനിയെയും മനഃപൂർവ്വം തനിച്ചാക്കാൻ ശ്രമിക്കുന്നത് പോലൊരു തോന്നൽ. മീര. ഡാനിയുടെ ശബ്ദം അവളെ ചിന്തകളിൽ നിന്നുണർത്തി. ഞങ്ങളുടെ എംബ്രിയോ ഇംഗ്ലണ്ടിലെ ലാബിലും സൂക്ഷിച്ചിട്ടുണ്ട്. രാജ്യം ഏതായാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. അതിനെനിക്ക് നിന്നെപ്പോലെ നല്ലൊരു അമ്മയെ വേണം. നിനക്ക് അങ്ങനെയുള്ള ആരെയെങ്കിലും പരിചയമുണ്ടെങ്കിൽ പ്ലീസ് എന്നോടൊന്ന് പറയണേ. ഡാനി അവളുടെ മുന്നിൽ മുട്ടുകുത്തി കൈകൂപ്പി അപേക്ഷിക്കുമ്പോൾ മീര ഞെട്ടലോടെ അവനെ നോക്കി. ഡാനി, നീ കാര്യങ്ങളെ വളരെ നിസ്സാരമായാണ് കാണുന്നത്. അത് നിന്റെ പ്രായത്തിന്റെ പക്വത കുറവാകാം. ഇന്ത്യയിലാണെങ്കിൽ ഒരുപക്ഷെ ആരെങ്കിലും ഇതിന് തയ്യാറായേക്കും. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. പണത്തിനു വേണ്ടി ആരെങ്കിലുമൊക്കെ അതിന് തയ്യാറായേക്കാം. പക്ഷേ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുന്നത് മുതൽ അതിനു വേണ്ട സ്നേഹം നൽകാൻ കഴിയുന്ന അമ്മമാരെ കണ്ടെത്തുക അസാധ്യമാണ്. അതുകൊണ്ട് ഈ സാഹസത്തിന് മുതിരണ്ട എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. മീര വല്ലാത്ത ഗൗരവത്തോടെ പറഞ്ഞു. മീര, പ്രണയത്തിനു വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച നീയാണോ ഇതൊക്കെ പറയുന്നത്? കിരണിന്റെ പ്രണയമല്ലേ ഇപ്പോഴും നിന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ നിന്നെ ഉപേക്ഷിച്ചു പോയിട്ടും അവനിൽ നിനക്ക് പറഞ്ഞ മകനെ നീ ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത്? ഡാനി ചോദ്യങ്ങൾ കൊണ്ട് മീരയെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. ഓരോ വാക്കുകളും ഒരു ശരമെന്നോണം അവളുടെ ഉള്ളിൽ തറച്ചു. മീര ഒന്ന് തളർന്നു. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൾ പതുക്കെ പറഞ്ഞു തുടങ്ങി. സത്യത്തിൽ എനിക്കിപ്പോഴും അറിയില്ല ഡാനി, എന്നെ ഉപേക്ഷിച്ചു പോയ എന്റെ പ്രണയത്തെ ഞാൻ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടോ എന്ന്. പക്ഷേ എന്റെ ഉദരത്തിൽ എന്റെ കുഞ്ഞുരുവായ ആ നിമിഷം മുതൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു, എന്റെ അലോഷിയെ. അല്പമൊന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു പറയാൻ തുടങ്ങി. പക്ഷേ ഒരു സിംഗിൾ പേരന്റ് ആയിരിക്കുക എന്നത് അത്ര നല്ല കാര്യമല്ല. വളരെ പ്രയാസം പിടിച്ച ഒന്നാണത്. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ തിരിച്ചറിയും. ഒരു പെണ്ണായ എനിക്ക് പോലും പലപ്പോഴും അത് കഠിനമായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിനക്ക് എങ്ങനെയായിരിക്കും എന്ന് ഓർത്തു നോക്കിക്കേ. മീര തന്റെ ഉള്ളിലെ ഭാരമെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ മീര കിരണിനെ പ്രണയിക്കുന്നില്ല എന്നാണോ പറയുന്നത്? ആ ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കിരൺ, അവൾ ആ പേരൊന്നുരുവിട്ടു. പലപ്പോഴും അവൻ എൻ്റെ ഓർമ്മകളിൽ തറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അവനോടുള്ള പ്രണയം എനിക്ക് മറന്നേ പറ്റൂ. ഇനി അവനു വേണ്ടി അല്ലാതെ എനിക്ക് ജീവിക്കാം. ഡാനി, നാളെ നീയും കെയറിനെ മറക്കും. നിനക്ക് അനുയോജ്യമായ ഒരാളുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നീ വേറൊരു ജീവിതം തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ ഇത് വേണോ എന്ന് ഒന്നുകൂടി ആലോചിച്ചു നോക്ക്. മീര അവനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് കേട്ട ഡാനിയുടെ ഭാവം മാറി. അവൻ വല്ലാത്ത ഗൗരവത്തോടെ അവളെ നോക്കി. അങ്ങനെയെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അതിന് സത്യസന്ധമായ ഉത്തരം നൽകാനാകുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അവന്റെ നോട്ടത്തിലെ തീഷ്ണത മീരയെ അസ്വസ്ഥയാക്കി. എങ്കിലും അവൾ പതറാതെ പറഞ്ഞു. എനിക്ക് പറയാനാകുന്ന ഉത്തരമാണെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞിരിക്കും. ഏതൊരു മനുഷ്യരും ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടാകും. അത് രഹസ്യ സ്വഭാവമുള്ളതാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിന് മറുപടി പറയില്ല. ഉള്ളിൽ പടരുന്ന ഭയത്തെ മറച്ചു പിടിക്കാൻ അവൾ പാടുപെടുകയായിരുന്നു. ആത്മാർത്ഥതയില്ലാത്ത ഉത്തരമാണെങ്കിൽ ഞാനത് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കുന്നു, മീരയുടെ അലോഷിക്ക് ഇപ്പോൾ 11 വയസ്സുണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് അത്ര തന്നെ കാലമായിട്ടുണ്ട്. ഇത്ര വർഷം പ്രലോഭനങ്ങൾ നിറഞ്ഞു നിന്ന് ഈ ലോകത്ത് ജീവിച്ചിട്ടും നിനക്കിതുവരെ ആരോടും പ്രണയം തോന്നിയിട്ടില്ലേ? അതോ
ഉള്ളിൽ തോന്നിയ പ്രണയത്തെ നീ മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണോ? ആ ചോദ്യം കേട്ടതും മീരയ്ക്ക് ഡാനിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ തോന്നി. തന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ താൻ മാത്രം അറിഞ്ഞു സൂക്ഷിച്ച സത്യങ്ങൾ അവൻ കണ്ടുപിടിച്ചോ? അവൾ വെപ്രാളത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ തെളിഞ്ഞ ഭാവം അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഡാനി, എനിക്ക് പോകണം. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അവൾക്കായില്ല. കള്ളത്തരം ചെയ്ത് പിടിക്കപ്പെട്ട ഒരു കുട്ടിയുടെ ഭാവത്തോടെ മീര അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. മീര, അങ്ങനെ നിനക്ക് എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനാകില്ല. നിന്റെ കണ്ണുകൾ നിന്റെ ഉള്ളിലെ പ്രണയം വിളിച്ചു പറയുന്നുണ്ട്. എനിക്ക് മറുപടി തന്നിട്ട് പോയാൽ മതി. മീര നടന്നു തുടങ്ങുമ്പോൾ ഡാനിയുടെ ശബ്ദം പിന്നിൽ നിന്നും ഒരു കൽപ്പന പോലെ ഉയർന്നു. മീരയുടെ കാലടികൾ നിശ്ചലമായി. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഇരുളിലേക്ക് നോക്കി അവൾ പതുക്കെ മന്ത്രിച്ചു. ഡാനി, എനിക്ക് നിന്നോട് സത്യം പറയാനാകില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ പോലും അറിയാത്ത ഏതോ നിമിഷം നിന്നോട് തോന്നിപ്പോയ ഈ പ്രണയത്തെ പറ്റിയോ? അതോ ഒരിക്കൽ ആത്മാർത്ഥമായി പ്രണയിച്ചു പോയ ഒരു പെണ്ണിന്റെ ഉള്ളിൽ വീണ്ടും എത്തിനോക്കുന്ന പ്രണയമെന്ന ഈ മാറാ രോഗത്തെ പറ്റിയോ? അവളുടെ സ്വരത്തിൽ ഒരു തേങ്ങൽ കലർന്നിരുന്നു. എന്റെ ഉള്ളിൽ പ്രണയമില്ലെന്ന കള്ളം നിന്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്കാവില്ല ഡാനി. ഞാനും ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണ്. ചില നിമിഷങ്ങളിൽ മാറിപ്പോകുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല, ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല. പിന്തിരിഞ്ഞു നോക്കാതെ തന്നോട് തന്നെ പരിഭവിച്ച് അവൾ മുന്നോട്ട് നടന്നു. പക്ഷേ ഡാനി അവളെ വിടാൻ തയ്യാറായിരുന്നില്ല. അവൻ വേഗത്തിൽ നടന്ന് അവൾക്ക് കുറുകെ നിന്നു. സത്യം പറ മീര, നീ എന്നെ പ്രണയിക്കുന്നില്ലേ? അവന്റെ ആ ചോദ്യത്തിന് മുൻപിൽ മീര പകച്ചുപോയി. അവളുടെ കണ്ണുകളിൽ മിന്നിയ ഞെട്ടൽ ഡാനി തിരിച്ചറിഞ്ഞു. അവനൊരു മന്ദഹാസത്തോടെ തുടർന്നു. എത്ര തവണ ഇല്ലെന്ന് പറഞ്ഞാലും നിന്റെ കണ്ണുകൾക്ക് നുണ പറയാനാകില്ല. പക്ഷെ മീര, ഇനി നീ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും എനിക്കത് കേൾക്കാൻ ആഗ്രഹമില്ല. അത് കേട്ട് മീരയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ഡാനി തുടർന്നു. ഞാൻ നിന്നെ കുറ്റം പറയില്ല. മനുഷ്യൻ അങ്ങനെയാണ്. സ്വയം അറിയാതെ പ്രണയമെന്ന മായാ ലോകത്തേക്ക് അവൻ സഞ്ചരിച്ചു തുടങ്ങും. പക്ഷെ മീര, നിന്റെ വാക്കുകളെ നീ ഭയപ്പെടേണ്ട. നീ എന്നെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ പോലും നിനക്ക് തരാനായി ഈ ഡാനിയുടെ മനസ്സിൽ ഇപ്പോൾ പ്രണയം ബാക്കിയില്ല. എന്റെ പ്രണയം കേരളിൽ അവസാനിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം നാളെ അത് പുനർജനിക്കില്ല എന്നല്ല. ഒരുപക്ഷെ നാളെ എന്റെ മനസ്സിലും ആ വികാരം മുളപൊട്ടിയേക്കാം. പക്ഷെ ഇന്ന് അതിന് സമയമായിട്ടില്ല. ഡാനിയുടെ ആ വാക്കുകൾ മീരയെ സങ്കടപ്പെടുത്തുന്നതിന് പകരം വല്ലാത്തൊരാശ്വാസമാണ് നൽകിയത്. ഡാനിക്ക് തന്നോട് പ്രണയമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ താൻ തളർന്നു പോയേനെ. ആ സ്നേഹത്തിന്റെ ആഴമറിയാൻ തന്റെ മനസ്സും വെമ്പിയനെ. ഒരിക്കൽ കിരണിനോട് തോന്നിയ അതേ തീവ്രതയിലല്ലെങ്കിലും ഡാനിയോട് അവൾക്കൊരു ഇഷ്ടം തോന്നിയിരുന്നു. അതവൻ കാണിച്ച കരുണയുടെ കൂലിയാകാം. അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഒരാണിനോട് തോന്നുന്ന സ്വാഭാവികമായ ആകർഷണം. ഒരാണിന്റെ സ്നേഹം കൊതിക്കാത്ത ഏത് പെണ്ണുണ്ട് ഈ ലോകത്ത്? മീര സ്വയം ചോദിച്ചു. എങ്കിലും തന്റെ പ്രണയത്തിന് ഇവിടെ പ്രസക്തിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. തന്റെ മുൻപിൽ അലോഷിയുണ്ട്, അവനോടൊപ്പമുള്ള ഭാവിയുണ്ട്. ഇത്രയും കാലം ഉള്ളിൽ കൊണ്ടു നടന്ന ആ പ്രണയഭാരം ഇറക്കി വെച്ചപ്പോൾ മീരയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. താൻ മറ്റൊരു തെറ്റിലേക്ക് വീണു പോകുമോ എന്ന ഭയം പതുക്കെ അവളിൽ നിന്നും ഒഴിയുകയായിരുന്നു. പ്രണയം മനുഷ്യനെ കാഴ്ചയില്ലാത്തവനാക്കും. ഒരാണിന് സ്ത്രീയോട് കാമം തോന്നാൽ മാനദണ്ഡങ്ങൾ വേണ്ടായിരിക്കും. പക്ഷേ ഒരു സ്ത്രീയുടെ ഉള്ളിൽ കാമം നിറയണമെങ്കിൽ അവിടെ പ്രണയത്തിന്റെ നനവുണ്ടാകണം. തന്നെ പ്രണയിക്കാത്ത പുരുഷന്റെ മുൻപിൽ അവളുടെ വികാരങ്ങൾ ഉണരില്ല. വിശപ്പടക്കാൻ ശരീരം വിൽക്കുന്നവർക്ക് അതൊന്നും ബാധകമല്ലായിരിക്കാം. അവർക്ക് ആർക്കും മുൻപിലും വികാരങ്ങളില്ലാത്ത വെറും ഒരു ശവമായി കിടന്നു കൊടുക്കാം. പക്ഷേ മീര അങ്ങനെയല്ല. ഞാൻ ഡാനിയെ പ്രണയിക്കുന്നു. എന്റെ പ്രണയം നാളെ കാമമായി മാറിയാൽ ഈശോയെ, എന്നെ പാപത്തിൽ നിന്നും അകറ്റണമേ. ഇരുട്ടു വീണ വഴികളിലൂടെ നടക്കുമ്പോൾ അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. ആ നിമിഷം ആൽബിയെക്കുറിച്ചുള്ള ചിന്ത പോലും അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. മീര നടന്നു പോകുന്ന വശത്തേക്ക് നോക്കി നിൽക്കെ ഡാനിയുടെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഡാനി, നീ വിദഗ്ധമായി കള്ളം പറയുന്നു. അതെ, നീ പറഞ്ഞത് സത്യമാണ്. മറ്റാരേക്കാളും നന്നായി നീ എന്നെ മനസ്സിലാക്കുന്നു. എനിക്ക് മീരയെ ഒരുപാട് ഇഷ്ടമാണ്. കേരൻ പോയതിനു ശേഷം മീരയെ അടുത്തറിഞ്ഞപ്പോൾ തോന്നിപ്പോയ ഇഷ്ടം. അന്നതിന് സൗഹൃദത്തിന് നിറമായിരുന്നു. പക്ഷെ ഇന്നതിന് പ്രണയത്തിന്റെ ചുവപ്പാണ്. മനസാക്ഷിയുടെ ചോദ്യത്തിന്റെ ഉത്തരം ഡാനി സ്വയം പറയുകയായിരുന്നു. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല ഡാനി. എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. രണ്ടുപേരുടെയും നഷ്ടങ്ങൾ ഒന്ന് തന്നെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒന്നായിക്കൂടെ?
വീണ്ടും അവന്റെ മനസാക്ഷി ചോദ്യങ്ങളുമായി എത്തി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഡാനി സ്വയം മന്ത്രിച്ചു. പക്ഷേ ഇവിടെ ചില കള്ളങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അത് മീരയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. മീര, അവളൊരു ശരാശരി ഇന്ത്യൻ പെൺകുട്ടിയാണ്. അവൾക്കൊരിക്കലും ഒരു വിദേശിയെ വിവാഹം കഴിച്ച് മറുനാട്ടിലേക്ക് ചേക്കേറാനാകില്ല. അവളുടെ ലോകം അവളുടെ മകൻ മാത്രമാണ്. ആ സ്നേഹത്തിന്റെ ആഴം മറ്റാരേക്കാളും നന്നായി ഞാൻ അറിയുന്നുണ്ട്. അവൻ ദൂരേക്ക് നോക്കി നിന്നു. ഡാനിയുടെ ജീവിതത്തിൽ നിന്നും മീര ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. പക്ഷേ അവൾ പോലും അറിയാതെ അവളെ പ്രണയിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ ഉള്ളിലെ ഈ അനുരാഗം എന്നിൽ തന്നെ അവസാനിക്കട്ടെ. പ്രണയിക്കുക എന്നാൽ സ്വന്തമാക്കുക എന്ന് മാത്രമല്ല അർത്ഥം. പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ വിട്ടുകൊടുക്കുന്ന ആ മഹോന്നതമായ സ്നേഹമുണ്ടല്ലോ, അതാണ് ഏറ്റവും ഉന്നതമായത്. ഭംഗിയേറിയ വാക്കുകൾ കൊണ്ട് ഡാനി തന്റെ വിങ്ങുന്ന മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ മീരയെ കാത്ത് സിഗാൾ നിൽപ്പുണ്ടായിരുന്നു. മീര, നാട്ടിൽ നിന്നും 3-4 പ്രാവശ്യം കോൾ വന്നിരുന്നു. നീ വന്നാൽ ഉടനെ തിരിച്ചു വിളിക്കണം, എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞു. സിഗാളിന്റെ വാക്കുകൾ കേട്ടതും മീരയുടെ ഉള്ളിൽ ഒരു ആദി പടർന്നു. അവൾ വേഗം ഫോൺ എടുത്ത് മഠത്തിലേക്ക് വിളിച്ചു. മീര, എവിടെയായിരുന്നു നീ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? മറുവശത്തെ സിസ്റ്റർ തെരേസയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആകുലത നിഴലിച്ചിരുന്നു. എന്താ അമ്മേ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മീരയുടെ കൈകൾ വിറച്ചു. മോളെ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. മോന് ഒരാഴ്ചയെ വല്ലാത്ത പനിയായിരുന്നു. ആശുപത്രിയിൽ കാണിച്ചപ്പോൾ വൈറൽ ഫീവർ ആണെന്നാണ് ആദ്യം പറഞ്ഞത്. നിന്നെ വെറുതെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ ഇന്നലെ രാവിലെ പനി വല്ലാതെ കൂടി. പെട്ടെന്ന് തന്നെ അവനെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവനിപ്പോൾ ICUവിലാണ്. എൻ്റെ ഈശോയെ, എൻ്റെ മോൻ! സിസ്റ്ററിന്റെ വാക്കുകൾ പൂർത്തിയാകും മുൻപേ മീര നെഞ്ചിൽ കൈവച്ച് തളർച്ചയോടെ നിലത്തേക്കിരുന്നു. തനിക്ക് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. മീര, നീ ഭയപ്പെടേണ്ട, അതിനുള്ള സമയമല്ല ഇത്. നീ കേൾക്കുന്നുണ്ടോ? മറുഭാഗത്തു നിന്നും സിസ്റ്ററിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. സിസ്റ്റർ, എനിക്കെൻ്റെ മോനെ വേണം. അതിനുവേണ്ടി എത്ര പണം ചിലവായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അവനെ എനിക്ക് നഷ്ടപ്പെടരുത്. ഹൃദയം മുറിയുന്ന വേദനയോടെ അവൾ കരഞ്ഞു. അവനൊന്നും സംഭവിക്കില്ല മോളെ, പക്ഷേ ചികിത്സയ്ക്ക് നല്ലൊരു തുക വേണം. ICU വാടകയും മരുന്നുകളും എല്ലാം നിനക്കറിയാമല്ലോ. കുറച്ചു നാളായി പണമൊന്നും അയക്കാത്തത് കൊണ്ട് വീടിന്റെ 1-2 ഗഡുക്കൾ ഞാൻ അടച്ചിരുന്നു. അതുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന പണവും തീർന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, സിസ്റ്റർ വേദനയോടെ പറഞ്ഞു. സിസ്റ്റർ, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അതാ ഞാൻ. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ മീര വിതുമ്പി. നീ ഇപ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ട മീര. മോന്റെ ചികിത്സയ്ക്കുള്ള പണം എങ്ങനെയെങ്കിലും കണ്ടെത്തണം. വീട് കടം കയറിയാൽ നമുക്കത് വിൽക്കാം, ജീവനല്ലേ വലുത്. സിസ്റ്ററിന്റെ വാക്കുകൾ മീരയെ വല്ലാതെ ഭയപ്പെടുത്തി. സിസ്റ്റർ, ഞാൻ പണം എങ്ങനെയെങ്കിലും എത്തിക്കാം. എൻ്റെ മോന്റെ ജീവൻ, അത് മാത്രം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. നിങ്ങൾ വിളിക്കുന്ന ദൈവത്തോട് ഒന്ന് പറയാമോ, എൻ്റെ മോനെ എന്നിൽ നിന്നും കൊണ്ടുപോകരുതെന്ന്? അലറിക്കരഞ്ഞുകൊണ്ട് മീര നിലത്തേക്ക് കുഴഞ്ഞു വീണു. സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ആദ്യത്തെ ഞെട്ടൽ മാറിയപ്പോൾ ഏതുവിധേനയും നാട്ടിലെത്തി മകനെ ഒന്ന് കാണണമെന്നായിരുന്നു അവളുടെ ചിന്ത. പക്ഷേ വളരെ പതുക്കെ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നു. ഇപ്പോൾ എൻ്റെ മകന് വേണ്ടത് അമ്മയുടെ സമീപത്തേക്കാൾ ഉപരി ചികിത്സയ്ക്കുള്ള പണമാണ്. നാട്ടിലേക്ക് ഓടിയാൽ ആ പണം കണ്ടെത്താൻ തനിക്ക് കഴിയില്ല. അലോഷിക്ക് എൻ്റെ സ്നേഹം നൽകാൻ അവിടെ സിസ്റ്റർ അമ്മയുണ്ട്. തൽക്കാലം മാർക്കിനോട് സംസാരിച്ച് കുറച്ച് മാസം ശമ്പളം മുൻകൂറായി വാങ്ങണം. ആ കടം വീട്ടി എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണം. സമ്പാദ്യങ്ങളൊന്നും വേണ്ട, മകനെ മാത്രം മതി. ഏറെ നേരത്തിന് ശേഷം മീര ഉറച്ച തീരുമാനമെടുത്തു. മീര, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്ടെന്ന് അവിടേക്ക് വന്ന സിഗാൾ പരിഭ്രമത്തോട് ചോദിച്ചു. കണ്ണുകൾ അമർത്തി തുടച്ച് മീര അവളെ നോക്കി. ഹേയ്, ഒന്നുമില്ല. മാർക്ക് വിളിച്ചിരുന്നോ? അവർ എപ്പോൾ വരുമെന്നാ പറഞ്ഞത്? ഓ മീര, അത് പറയാൻ ഞാൻ മറന്നു. മാർക്ക് വിളിച്ചിരുന്നു. അവർ കുറച്ച് ദിവസത്തേക്കിന് തിരിച്ചു വരില്ല. സിഗാളിന്റെ ആ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് മീരയുടെ കാതുകളിൽ പതിച്ചത്. മകളോടൊപ്പം അവരെല്ലാവരും സന്തോഷത്തിലാണെന്നും നിന്നോട് ഹാപ്പി ആയിരിക്കാനും പ്രത്യേകം പറഞ്ഞു. എപ്പോഴും റേഞ്ച് കിട്ടുന്ന സ്ഥലമല്ല, അതുകൊണ്ട് ഇനി വിളിക്കില്ലെന്നും പറഞ്ഞു. മോളുടെ സന്തോഷത്തിനു വേണ്ടി അവർ സൈപ്രസിലേക്ക് പറന്നു. എന്തായാലും ഇതുപോലൊരു മാറ്റം ആ കൊച്ചിനുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. സിഗാൾ ഓരോന്ന് പറയുമ്പോഴും മീര തകർന്നു പോവുകയായിരുന്നു. ഈശോയെ, എൻ്റെ മോനെ രക്ഷിക്കാൻ എനിക്ക് പണം വേണം. ഞാനിനി എന്ത് ചെയ്യും? അവളുടെ ഉള്ളം നിശബ്ദമായി നിലവിളിച്ചു. മിഖായലിനെ ഒന്ന് കണ്ടെത്താനായിരുന്നുവെങ്കിൽ ഗിറ്റലിന്റെ ബന്ധുക്കളോട് സെറ്റിൽമെന്റിനെ കുറിച്ച് സംസാരിക്കാമായിരുന്നു.
അവസാനത്തെ മാസത്തെ ശമ്പളം പോലും കയ്യിലില്ല. മാർക്ക് വരുന്നതുവരെ പിടിച്ചു നിൽക്കാൻ അതെങ്കിലും വേണമായിരുന്നു. പക്ഷേ അയാളിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. എന്റെ ഈശോയെ, നീ ചുമന്ന കുരിശിന് ഇത്രമേൽ ഭാരമുണ്ടായിരുന്നോ? എനിക്ക് താങ്ങാനാകാത്ത ഇത്ര വലിയ കുരിശുകൾ എന്തിനാ ഈ പാവ സൃഷ്ടിക്ക് തരുന്നത്? ഞാൻ മടുത്തു. ഈ ജീവിതം എനിക്കിനി വയ്യ. എൻ്റെ മകനെ എനിക്ക് തിരിച്ചു വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. മീര ദൈവത്തിന് മുൻപിൽ വിതുമ്പി. മീര, ഞാൻ ഇറങ്ങിക്കോട്ടെ. തൽക്കാലം എൻ്റെ ആവശ്യം ഇവിടെയില്ലല്ലോ. സിഗാളിന്റെ ആ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്നുണർത്തിയത്. നിങ്ങൾ പൊയ്ക്കോളൂ സിഗാൾ. കുടുംബത്തോടൊപ്പം സന്തോഷമായി കുറച്ചു ദിവസമെങ്കിലും കഴിയാമല്ലോ. മീര വല്ലാതെ പണിപ്പെട്ടു പറഞ്ഞു. സിഗാൾ പോയതോടെ ആ വലിയ വീട്ടിൽ അവൾ തനിച്ചായി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ശ്വാസം മുട്ടിക്കുന്ന ചിന്തകളുമായി അവൾ നേരം വെളുപ്പിച്ചു. പ്രഭാതത്തിന്റെ വെളിച്ചം ഭൂമിയിൽ വീഴുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ കഠിനമായ ഒരു തീരുമാനമുണ്ടായിരുന്നു. ഇത് സിഗ്നേച്ചർ ഓഫ് ലവ്. മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.